അസ്സലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം. ബിസ്മി റിയൽ എസ്റ്റേറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവരും ഇപ്പൊ എഴുതി കാട്ടിയെ കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കേക്കാരം. 3 ലക്ഷം റുപ്യക്കാണ് നമുക്ക് 14 സെന്റ്. ഈ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ആ കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ്. ഹൈവേന്ന് നമുക്ക് ഒരു 2 കിലോമീറ്റർ ആണ് ദൂരം. ഇതിപ്പോ 3 ലക്ഷം റുപ്യക്ക് 14 സെന്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കാണുന്നവർക്ക് ഒരു സംശയം ഉണ്ടാവും, ഇത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇടുകയാണോ, റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇടുകയാണോ? ഇല്ല, സംഭവം സത്യമാണ്. ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈവേന്ന് വെറും 2 കിലോമീറ്റർ ആണ്. ബസ് റൂട്ടിൽ നിന്ന് ഒരു 500 മീറ്റർ ആണ് നമുക്ക് ദൂരം. എല്ലാ വണ്ടിക്കും വരാനുള്ള സൗകര്യം ഉണ്ട്. 10 അടി 12 അടി വീതിയുള്ള റോഡുണ്ട്. ടാറിംഗ് റോട്ടിൽ നിന്ന് ഒരു 200 മീറ്റർ ആണ് നമുക്ക് ഈ സ്ഥലത്തേക്ക് ദൂരം. അപ്പൊ ഈ കാണുന്ന നേരെ വീടിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ കാണുന്ന സ്ഥലം, ഈ കുട്ടികൾ കളിക്കുന്ന ഈ ഒരു ഏരിയ 14 സെന്റ് സ്ഥലമാണ്. പിന്നെ ഇതിൽ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ആധാരത്തിൽ നമുക്ക് നിലമാണ്. നമുക്ക് വീട് വെക്കാനോ കാര്യങ്ങൾക്കൊന്നും ഒന്നും യാതൊരു തടസ്സമല്ല. KL കിട്ടുന്ന പ്രോപ്പർട്ടിയാണ്. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത ഭൂമിയാണ്. അപ്പൊ നമുക്കൊരു വേറെ പ്രോപ്പർട്ടി ഒന്നും ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ, ഒരു വീടിന്റെ ആവശ്യത്തിന് വാങ്ങിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് KL കിട്ടും. അതേപോലെ തന്നെ ബിൽഡിംഗ് പെർമിഷൻ കിട്ടും. വീട് വെക്കാൻ നമുക്ക് ഇതിൽ തടസ്സമല്ല. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെ മുണ്ടൂര് തൂത ഹൈവേ. 4-വരിപ്പാത പണി നടന്നുകൊണ്ടിരിക്കുന്ന ഹൈവേ പാലക്കാട് ഹൈവേ ആണ്. അപ്പോൾ ഈ ഹൈവേന്ന് നമുക്ക് വെറും ദൂരം വരുന്നത് ബസ് റൂട്ടിന് 2 കിലോമീറ്ററും പിന്നെ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ടാറിംഗ് റോഡാണ്, അതിനൊരു 500 മീറ്ററും. അങ്ങനെ 2.5 കിലോമീറ്ററാണ് നമുക്ക് ഈ സെൻറ്ററിൽ നിന്ന് ദൂരം വരുന്നത്. നമ്മളടുത്തുള്ള സെൻറ്റർ ഇതാണ്, കിടമ്പഴിപ്പുറം 16 മൈലാണ്. അപ്പോൾ അവിടുന്ന് ഈ കുണ്ടുവമ്പാടം പോണ ബസ് റൂട്ടാണത്. ഈ ബസ് റൂട്ടിൽ നിന്ന് ഒരു 500 മീറ്ററും ഈ കാണുന്ന ടാറിംഗ് റോഡിന് 2 കിലോമീറ്ററും പോയിട്ടാണ് നമ്മളെ പ്രോപ്പർട്ടികൾ. ഇതാണ് നമ്മളെ പാലക്കാട് മുണ്ടൂര് തൂത ഹൈവേ, 4-വരിപ്പാത ഹൈവേന്ന് വരുന്ന റോഡ്. കുണ്ടുവമ്പാടം റോഡാണ് നമ്മളെ 16 മൈലിൽ നിന്ന്. ഇപ്പോൾ ബസ് റൂട്ടിൽ നിന്ന് വരുന്ന റോഡാണിത്. ഇവിടുന്ന് ഈ ടാറിംഗ് റോഡിന് 500 മീറ്റർ വന്നു കഴിഞ്ഞാൽ ഈ വീടുകളുടെയൊക്കെ പരിസരത്തായിട്ട് ഈ കാണുന്ന പഞ്ചായത്ത് റോഡ്, നിറയെ വീടുകളുടെ പരിസരമാണ്. അപ്പോൾ ഈ കാണുന്ന റോഡിനാണ് നമുക്കൊരു 150-200 മീറ്ററിൻ്റെ ഉള്ളിലാണ് നമ്മളെ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം. ഇപ്പോൾ കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. വഴിയുടെ സൗകര്യമാണെങ്കിലും സ്ഥലത്തിൻ്റെ സൗകര്യമാണെങ്കിലും എല്ലാതും വളരെ ക്ലിയർ ആണ്. പട്ടയുള്ള ഭൂമിയാണ്, പേപ്പർ ഭാഗമാണെങ്കിലും. ഇപ്പോൾ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. 4 ഭാഗത്ത് ഒരു കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി ഒരു തോട്ടമാക്കിയിട്ട് ഇടണം എന്നുള്ള ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും, ഭാവിയിൽ മറിച്ച് വെക്കുക അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കരുതുന്നവർക്കാണെങ്കിലും അനുയോജ്യമായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതിന് നമുക്ക് അത്യാവശ്യം ഫ്രണ്ടേജ് ഉണ്ട്. ആ മരങ്ങളൊക്കെ നിൽക്കുന്നതിൻ്റെ അവിടെ നിന്നാണ് ഫ്രണ്ടേജ് തുടങ്ങുന്നത്. എങ്ങനെ പോയാലും നമുക്കൊരു 10-15 മീറ്ററോളം നമുക്ക് ഫ്രണ്ടേജ് ഉണ്ട്. അപ്പോൾ ഈ കൂടുതൽ ഭാഗങ്ങൾ നമുക്ക് കാണിച്ചു തരാനൊന്നുമില്ല. ഈ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുട്ടികൾ കളിക്കണം. ഇപ്പം നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ക്യാമറ പോയിട്ട് ഓല തടസ്സപ്പെടുത്തണ്ട. അപ്പോൾ ഈ കാണുന്ന ഭാഗം, ആ ചുവന്ന് കാണുന്ന കുട്ടികൾ കളിക്കുന്ന ഭാഗമാണ് നമുക്ക് 14 സെന്റ് ഉള്ളത്. അപ്പം ഇനി വാങ്ങിക്കുന്ന ഒരു പാർട്ടി നേരിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ഇതിൻ്റെ അതിരും കാര്യങ്ങളൊക്കെ കാണിച്ചെന്ന് ക്ലിയർ ആക്കി തരും. ഈ 3 ലക്ഷം നമുക്ക് ഫൈനൽ റേറ്റ് ആണ്, നെഗോഷ്യബിൾ അല്ല. അർജന്റായിട്ട് വിൽക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ടാണ് നമുക്കിത് ഫൈനൽ റേറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി കൂടുതൽ ഇതിലൊന്നും നെഗോഷ്യബിൾ ആകാനില്ല. ഹൈവേന്ന് 2 കിലോമീറ്റർ ആണ്, ബസ് റൂട്ടിൽ നിന്ന് 500 മീറ്റർ ആണ്, ടാറിംഗ് റോട്ടിൽ നിന്ന് 200 മീറ്റർ ആണ്. അതേപോലെ തന്നെ എല്ലാ മതസ്ഥർക്കും താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ്. സ്ക്വയർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ റൈറ്റ് സൈഡിൽ കുറച്ച് ഭാഗത്ത് ആ സൈക്കിളുകളൊക്കെ നിൽക്കുന്ന ഭാഗത്ത് നമുക്ക് ചെറിയൊരു ചെരിവുണ്ട്. ബാക്ക് സൈഡിൽ സ്ഥലം നിറഞ്ഞ സ്ഥലമാണ്. ഒരു സൈഡ് മാത്രം നമുക്ക് ചെറിയൊരു ചെരിവുണ്ട് എന്ന് മാത്രം. അപ്പം എല്ലാ സൗകര്യമുള്ള ഏരിയയിലാണ്. നമുക്ക് പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. അവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല. അതേപോലെ തന്നെ നമ്മളെ പാലക്കാട്, നമ്മളെ മുണ്ടൂര് മുണ്ടൂരിൽ നിന്ന് നമ്മളെ പെരിന്തൽമണ്ണക്ക് പോണ തൂത പുതിയ ഹൈവേന്റെ 4-വരിപ്പാത പണി നടക്കുന്ന ഹൈവേന്ന് വെറും 2 കിലോമീറ്റർ ആണ് ദൂരം. അപ്പോൾ എല്ലാ സൗകര്യമുള്ള ഏരിയയിലാണ്. അപ്പോൾ ഈ ചെറിയ ബഡ്ജറ്റിനൊക്കെ ഒരുപാട് പേര് നമ്മളടുത്ത് വീട് വെക്കാനൊക്കെ സ്ഥലം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 സെന്റിൽ വീട് വെച്ചിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് ഒരു കൃഷി ചെയ്യാനൊക്കെ ഒരുപാട് പേര് എൻക്വയറി ചെയ്ത സ്ഥലമാണ്. ചെറിയ റേറ്റിന് കിട്ടാണ്ടോന്ന്. അപ്പോൾ ഇതിലും കുറഞ്ഞ റേറ്റിന് നമുക്കിത് കിട്ടാനില്ല. ഇതിന്റെ ഒരു അപാകത എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ആധാരത്തിൽ നിലമാണെന്ന് മാത്രം. ഭാവിയിൽ നമുക്കിത് തരം മാറ്റിയിട്ട് പറമ്പാക്കി എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് KL കിട്ടും. യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. വഴി സൗകര്യം ആണെങ്കിൽ ഒരു 12 അടി വീതിയുള്ള വഴി, ഈ കാണുന്ന വഴി 12 അടി വീതിയുള്ള വഴിയുണ്ട്. എല്ലാ സൗകര്യമുള്ള ഏരിയയിലാണ്. അപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ സ്ഥലം നോക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിന്റെ റോഡ് സൗകര്യം കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത് നേരിട്ട് വീഡിയോ കണ്ട ഉടനെ തന്നെ നമ്മൾ നേരിട്ട് വിളിക്കുക, വന്ന് സ്ഥലം കാണാം. കൂടുതൽ ആൾക്കാരും നമ്മളോട് ഇങ്ങനത്തെ ചെറിയ സ്ഥലങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ അഡ്വാൻസ് അയക്കാം, നേരിട്ട് വന്ന് കാണേണ്ട ആവശ്യമൊന്നുമില്ല, അഡ്വാൻസ് അയക്കാമെന്ന് പറയാറുണ്ട്. പിന്നെ നേരിട്ട് വന്ന് കണ്ടിട്ട് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കും ബാധിക്കും, നിങ്ങൾക്കും ബാധിക്കും. അപ്പോൾ നേരിട്ട് വന്ന് നിങ്ങൾ സ്ഥലം കണ്ട് ബോധ്യപ്പെട്ടതിന്റെ ശേഷം മാത്രം അഡ്വാൻസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയോ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും, സ്ഥലം കാണിച്ചു കൊടുക്കും, വഴി കാണിച്ചു കൊടുക്കും. അതികളൊക്കെ കണ്ട് ബോധ്യപ്പെട്ടതിന്റെ ശേഷം മാത്രം നിങ്ങൾ അഡ്വാൻസ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്വാൻസ് ചെയ്യുമ്പോൾ പിന്നെ എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ സോൾഡ് ഔട്ട് ചെയ്യും. പിന്നെ ആ കച്ചവടം അങ്ങനെ ഫ്ലോപ്പ് ആവും. അപ്പോൾ നേരിട്ട് വന്ന് സ്ഥലം കാണാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും